ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് 2 ദിവസം പനിയായിരുന്നു. അതാണ് വീഡിയോ ഒന്നും കാണാത്തത്. അങ്ങനെ പനിയൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴത്തേക്ക് ഞാനും ഉപ്പയുടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉപ്പയുടെ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാം, ഇപ്പോൾ ക്രിസ്മസ് വരുമല്ലേ, അങ്ങനെ എല്ലായിടും ഒരു ക്രിസ്മസ് മയമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉപ്പയുടെ ഇതിനകത്തോട്ട് വലിഞ്ഞ് കയറി. അപ്പോൾ വലിഞ്ഞ് കയറിയപ്പോഴത്തേക്കാണ് നഗ്നമായ ഒരു സത്യം ഞാൻ വീണ്ടും മനസ്സിലാക്കിയത്. ഇത് മൊത്തം പിള്ളേർ പിടുത്തക്കാരാണ്. പിള്ളേർ പിടുത്തക്കാരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുട്ടികൾ ആകർഷിക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ടോയ്സ് ആയാലും സ്നാക്സ് ആയാലും അതേപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഇതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു ചെറിയ ഗിഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ചെറിയ ടോയ് ആയപ്പോലും ഭയങ്കര പൈസ ആയിരുന്നു, ഭയങ്കര വില റേറ്റ് ഇട്ടാണ് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ കുട്ടികളെ കൊണ്ട് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് കീറും, ആ രീതിക്കായിരുന്നു വില. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിള്ളേർ പിടുത്തക്കാരാണ്. ഈ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തേക്കുവാണ്. പുറത്തുനിന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ, അകത്ത് കയറി കഴിയുമ്പോഴാണ് കുട്ടികൾ അതും ഇതൊക്കെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വെറുതെ ഭയങ്കര കരച്ചിലായിരിക്കും. അതിന് ശേഷം മുതുക്കനും മുതുക്കിയായ ഞാനും ഒപ്പായോട് ചേർന്ന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. സെൽഫി ഒപ്പം വീഡിയോ ആയിട്ടാണ് എടുത്തു വെച്ചിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫുഡ് ഇല്ലാത്ത ഒരു ഇതില്ലല്ലോ, കളിയില്ലല്ലോ. ഞങ്ങളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്സസ് റോഡ് ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാനും ഒപ്പായോടെ നമ്മുടെ ആദ്യത്തെ ഡേറ്റിന് പോയ റെസ്റ്റോറൻറ്റാണ്. കൊറിയയിലല്ല, നമ്മൾ ദുബായിലുള്ള ഷോപ്പിലായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പണ്ടത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണ്ടത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. അവിടുത്തെ ഫുഡായിരുന്നു ടേസ്റ്റ്, ഇവിടുത്തെ ഫുഡിന് വലിയ ടേസ്റ്റ് ഇല്ല, പാസ്ത ഒരുപാട് കുക്കായിപ്പോയി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നേരെ ഫുഡെല്ലാം അടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.